ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. ഇന്നെന്താണെന്നറിയാമോ? ഇവിടെ ഒരു തേങ്ങ കിട്ടിയപ്പോഴേ എനിക്കൊന്ന് അതിൻ്റെ പൊങ്ങെടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചട്ടിക്കകത്ത് തന്നെ കുഴിച്ചു വെച്ചു. ഇപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടല്ലേ, ലുലു മോളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് ചട്ടിക്കകത്ത് കുഴിച്ചു വെച്ചു. അത് ഇത്രയും വളർന്ന് അതിനകത്ത് പൊങ്ങൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് പിഴുതത്. അപ്പോൾ മോള് വരുന്ന സമയം നോക്കി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടേക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അവൾ ഇന്നിപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഞാൻ തന്നെ അതിനെടുത്ത് ചെയ്യുവാണ്. എല്ലാം ഹറിബറിയായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് എടുത്ത് പൊതിച്ച് അതിനകത്ത് പൊങ്ങുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലെപ്പോഴും നാട്ടിൽ പിന്നെ കിണറിൻ്റെ കരയിൽ അച്ഛനെപ്പോഴും ഇങ്ങനെ കുറേ തേങ്ങ എടുത്ത് ഇങ്ങനെ കുഴിച്ചിടുമായിരുന്നു. കുഴിച്ചിട്ടിട്ട് അവരിങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അതിലോട്ട് ഇങ്ങനെ വീശി ഒഴിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വളർന്ന് നല്ല പൊങ്ങായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഈ പുതിയ കുട്ടികളൊന്നും അങ്ങനെ അത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ മേടിച്ച് കഴിക്കുന്ന പോലെയല്ല, നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിക്കുന്നതല്ലേ. അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാനത് പിന്നെ ചട്ടിക്കകത്ത് കുഴിച്ചിട്ടത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ വന്നു. അതിൻ്റെ പൊതിച്ചെടുത്ത് അതിൻ്റെ ചെടി ഭാഗമൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിനകത്ത് നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ അതൊക്കെ ഇളക്കി നോക്കാം. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർക്കിതൊക്കെ കാണുമ്പോൾ ഒരു അതിശയമാണ്. കാരണം പുതിയ കുട്ടികൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, പലരും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ കുഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ് അല്ലേ. ഇടയ്ക്ക് മമ്മൂട്ടി പറഞ്ഞല്ലേ, ഒരു ചെടി നട്ട് പൂ വന്ന് കായ് വന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വളരെ ശരിയാണ്. നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്ത് നോക്കുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ചിലതിന് മധുരം കൂടുതലുണ്ടാവും, ചിലതിന് മധുരം കുറവായിരിക്കും. അത് നമ്മൾ തേങ്ങ വെള്ളത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. ചില തേങ്ങ വെള്ളമല്ലേ നല്ല മധുരമുള്ള തേങ്ങ വെള്ളം കാണും, ചിലതാണെങ്കിൽ മധുരം കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ മധുരം മാറും. നല്ല ടേസ്റ്റുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുമല്ലേ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.